സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പാലക്കാട്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള മാലിന്യമുക്ത ജില്ലാ പ്രഖ്യാപനം മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. ഒത്തുചേർന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ആശയം അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളാണ് മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്താകമാനം നടന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഹരിതകർമ്മസേനാംഗങ്ങളുടെ മാലിന്യ ശേഖരണത്തിലും യൂസർ ഫീ കളക്ഷനിലും വലിയ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്നും മന്ത്രി എം.പി. രാജേഷ് കൂട്ടിച്ചേർത്തു. മാലിന്യ സംസ്കരണ രംഗത്ത് നേടിയ ഓരോ നേട്ടങ്ങളെയും നിലനിർത്തിയും ചെറിയ വിടവുകളെ പരിഹരിച്ചും മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ മാസത്തെ കണക്ക് ഇവിടെ നോക്കിയപ്പോൾ ചുമത്തിയ പിഴയുടെ 30% ഈടാക്കിയിട്ടുള്ളൂ. അത് വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞങ്ങൾ എഴുതി തരും കേട്ടോ, നിർത്തില്ല, പോളെന്ന് ചോദിക്കും. ആ പരിപാടി നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈടാക്കണം. പിഴ ഒരു പ്രഹസനമാക്കി മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില കുറവുകൾ കൂടി ഈ കാര്യത്തിലുണ്ട്. നമ്മൾ കൈവരിച്ച നേട്ടം വളരെ വളരെ അഭിമാനകരമാണ് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. മികച്ച നേട്ടം തന്നെയാണ് കേരളത്തിലും ജില്ലയിലുമൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ നേട്ടം പൂർണ്ണമല്ല. നേടിയ നേട്ടം തന്നെ നിലനിർത്തുക എളുപ്പവുമല്ല. ഈ രണ്ട് വെല്ലുവിളി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഇപ്പം നേടിയത് നിലനിർത്തണം. 2, 80% എന്നത് 100% എത്തിക്കാനുള്ള പ്രവർത്തനം തുടരണം. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതേ ഊർജത്തോടു കൂടി, ഇതേ കർശനമായ മനോഭാവത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം.കെ. ഉഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിലെ 4968 സ്ഥാപനങ്ങൾ, 29,046 അയൽക്കൂട്ടങ്ങൾ, 1171 വിദ്യാലയങ്ങൾ, 111 കലാലയങ്ങൾ, 218 പൊതുയിടങ്ങൾ, 284 ടൗണുകൾ, 37 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഹരിത പദവി നേടി. ജില്ലയിൽ അജൈവ മാലിന്യങ്ങൾക്കായി 176 ബിന്നുകളും 40 ബോട്ടിൽ ബൂത്തും 71 IEC ബോർഡുകളും സ്ഥാപിച്ചു. ജനങ്ങൾക്ക് വൃത്തിയുള്ള ഇടങ്ങൾ നൽകുന്നതുവഴി വിനോദസഞ്ചാര മേഖലയുടെ വികസനം കൂടിയാണ് സാധ്യമാകുന്നത്. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ, ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം ക്യാമ്പയിൻ എന്നിവയുടെ ഭാഗമായി ജില്ലയിലെ 62 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 346.43 കിലോമീറ്റർ മാലിന്യം നീക്കി പുനരുജ്ജീവിപ്പിച്ചാണ് ഈ മികച്ച നേട്ടം ജില്ല കരസ്ഥമാക്കിയത്. ഒപ്പം തൃത്താല നിയോജക മണ്ഡലത്തിലെ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെയും നഗരസഭയെയും വിദ്യാലയങ്ങളെയും കലാലയങ്ങളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം.കെ. ജയപ്രകാശ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി.കെ. ശാമുണ്ണി, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി. സേതുമാധവൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച മാതൃകകൾ കാഴ്ചവെച്ചവർക്ക് വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരം നൽകി ആദരിച്ചു. ഏറ്റവും മികച്ച നഗരസഭയായി ഷൊർണൂർ നഗരസഭയെയും മികച്ച ഗ്രാമപഞ്ചായത്തായി പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മികവ് തെളിയിച്ചു. ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള 1ാം സ്ഥാനം പട്ടഞ്ചേരി പഞ്ചായത്തും യൂസർ ഫീ കളക്ഷനിൽ 1ാം സ്ഥാനം പല്ലശനയും നേടി. മികച്ച MCF പ്രവർത്തനത്തിന് വെള്ളിനേഴി, പട്ടഞ്ചേരി, പൊൽപ്പുള്ളി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി തലത്തിൽ ഷൊർണൂരും അർഹത നേടി. UTV ന്യൂസ്, പാലക്കാട്.